അതെ, ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നേ. നമ്മൾ പെൺകുട്ടികളൊക്കെ എത്രത്തോളം നമ്മുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര പെൺകുട്ടികൾ കാണും സ്വന്തം വാല്യൂ റിയലൈസ് ചെയ്ത്, അതായത് മറ്റുള്ളവരുടെ ഒരു വാലിഡേഷന് വേണ്ടിയല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ വാല്യൂ റിയലൈസ് ചെയ്ത് ജീവിക്കുന്ന എത്ര പേരുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഓർക്കായിരുന്നു, നമ്മൾ പെൺകുട്ടികൾക്ക് ജനിക്കുമ്പോൾ തൊട്ട് കുറേ കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. നമുക്ക് അറിവാവുന്ന സമയം തൊട്ട് നമ്മൾ കേട്ട് വളർന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് ജെൻഡർ ബേസിൽ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്കാണ് അത് കൂടുതലും വരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു പെൺകുട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ചിരിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളിലാണ് കുറേ ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള കുറേ കണ്ടീഷൻസ് കേട്ട് വളരുന്ന കുറേ കുട്ടികളുണ്ട്. മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്താൽ ഞാനൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ, അയ്യോ ഞാനങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോൾ, അങ്ങനെ എപ്പോഴും കുറേ കൺഫ്യൂഷൻസിൻ്റെ നടുക്കാണ് പെൺകുട്ടികൾ ജീവിക്കുന്നത് പലപ്പോഴും. പിന്നെ ആൺകുട്ടികൾ അങ്ങനെ ചെയ്താൽ പോലും അവനൊരു ആൺകുട്ടിയല്ലേ, അതുകൊണ്ട് അവനതൊക്കെ ആവാം, അല്ലെങ്കിൽ അവനങ്ങനെ പറഞ്ഞത് കുഴപ്പമില്ല കാരണം അവനൊരു ആൺകുട്ടിയാണല്ലോ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും സ്വയം ഒരു വാല്യൂ റിയലൈസ് ചെയ്യണതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ ഇപ്പോൾ ഇതൊക്കെ പറയാറായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ എനിക്ക് അങ്ങനെയൊന്നും അറിയണ്ടായില്ല, പക്ഷെ ഞാൻ തന്നെ നമുക്ക് കുറേ സ്ട്രഗിളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. ശരിക്കും നമ്മളിങ്ങനെ ഞാൻ കണ്ടെടുത്തോളം ഈ നല്ല കുട്ടി ഇമേജുള്ള പെൺകുട്ടികളൊക്കെ കുറേ സഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അവരുടെ ലൈഫിൽ എപ്പോഴും അവളൊരു നല്ല കുട്ടിയാണ്, അവൾ അടക്കം ഒതുക്കമുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ അവളൊരു ഗുഡ് ഗേളാണെന്ന് പേര് കെട്ട പെൺകുട്ടികളൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് കുറേ അവർ പുറത്ത് പോലും അവരെ വിഷമങ്ങൾ പറയാൻ പറ്റാതെ ജീവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ ഓർത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിഷമം. അതിപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും, പിന്നെ ഒരിക്കൽ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ എവിടെയാണെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അവർ ഇത്രയേ ചിരിക്കാൻ പാടുള്ളൂ, ഇത്രയേ സംസാരിക്കാൻ പാടുള്ളൂ, ഇത്രയേ അവർ ഒച്ച ഉയരാൻ പാടുള്ളൂ, ഇങ്ങനെയേ അവർ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ കുറേ കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കടന്ന് ആണ് അവർ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സെൽഫ് ലവ് എന്നുള്ളൊരു പറയുന്നൊരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണേ. നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇനി ഹാപ്പിനെസ് എന്നുള്ളത് പോട്ടെ, അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ സമാധാനത്തോടെ ഇരുത്താൻ വേണ്ടിയിട്ട് എത്ര പേര് എഫേർട്ട് എടുക്കുന്നുണ്ടാവും അവനവന് വേണ്ടിയിട്ട് അല്ലേ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പെൺകുട്ടികൾ നമ്മുടെ ഒരു വാല്യൂ റിയലൈസ് ചെയ്യാം, വാലിഡേഷന് വേണ്ടി അല്ലാതെ. അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് മറ്റൊരാൾ അംഗീകരിക്കേണ്ട, മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി അല്ലാതെ സ്വയം നമ്മുടെ വാല്യൂ റിയലൈസ് നമ്മൾ എത്രത്തോളം പേര് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവും അല്ലേ.